നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർ ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ അന്ത്യഷൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം അനുകൂലമാണ്. രാജകീയ ബഹുമാനം, അധികാരലബ്ധി തുടങ്ങിയവ അനുഭവമാകും. ജോലി തേടുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ അസൂയാലുക്കളുടെ എണ്ണം വർദ്ധിക്കുമെങ്കിൽ കൂടിയും ആത്മവിശ്വാസമാർന്ന പ്രവർത്തനങ്ങളിലൂടെ അതിനെയെല്ലാം തന്നെ മറികടക്കുവാനും കഴിയുന്നതാണ്. മേലാധികാരികളുടെ പ്രശംസ, സഹപ്രവർത്തകരുടെ അംഗീകാരം എന്നിവ നേടിയെടുക്കുവാനും സാധിക്കും. കോടതി സംബന്ധമായിരിക്കുന്ന തർക്കങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള തർക്കങ്ങളിലും ഒത്തുതീർപ്പിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകാര്യത്തിനും ഇഷ്ടബന്ധുജന സമാഗമത്തിനും യോഗം കാണുന്നു. ആധാരങ്ങളും ആഭരണങ്ങളും കൈവശം വന്നു ചേർന്നേക്കും. വ്യക്തിത്വവും മാന്യതയും വർദ്ധിക്കുന്നതാണ്. പുതിയ ഭവനം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കത് സാധ്യമാകും. കുടുംബത്തിലെ അംഗങ്ങളുടെയും പങ്കാളിയുടെയും സഹായം നിമിത്തമായിട്ട് പല പ്രതിബന്ധങ്ങളിൽ നിന്നും രക്ഷ നേടുവാനും സാധിക്കുന്നതാണ്. സാമ്പത്തികമായ പുരോഗതി ഫലമാണെങ്കിൽ പോലും അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടതായിരിക്കുന്ന സ്ഥിതിവിശേഷവും വന്നു ചേർന്നേക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടും. വീഴ്ചാ ഭയം ഉള്ളതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ക്ഷമാപൂർവമായിട്ട് ഇടപെടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി സർപ്പത്തിങ്കൽ ജന്മനക്ഷത്രം തോറും 100 പാലും വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.